അപ്പോൾ ഗൈസ് ഇന്നായിരുന്നു കേട്ടോ നമ്മുടെ അമ്പലത്തിലെ കർമ്മം കൊടുക്കൽ, അതായത് പൂജ. അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ പണികളും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്കത്തെ മെയിൻ പരിപാടി സദ്യ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഇലയിൽ വിളമ്പാന്നിരുന്നു. ഗൈസ് 100 ഇലയോളം ഞങ്ങൾ തുടച്ചിട്ടുണ്ടാവും. ഞങ്ങൾക്ക് അതായിരുന്നു കേട്ടോ പണിയിട്ട്. എന്നിട്ടും ഞങ്ങൾക്ക് കിട്ടിയത് പ്ലേറ്റിലാണ് ചോറ്. കാരണം ഇല ഇനി രാത്രിക്കേക്ക് വേണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര പൂജാ പരിപാടികളായിരുന്നു കേട്ടോ. അതായത് പൂജാ പരിപാടികൾക്കുള്ള സാധനങ്ങളും സാമഗ്രികളൊക്കെ ഒരുക്കലായിരുന്നു എല്ലാവരും കൂടി ഇരുന്നിട്ട്. ഞങ്ങളത് വലിയൊരു കൂട്ടുകൂടുമ്പാട്ടോ ഗൈസ്. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരുണ്ട്. ഇതിൽ കുറച്ച് ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഞാൻ. കാരണം എപ്പോഴും വീഡിയോ എടുത്ത് നടക്കല്ലായിരുന്നു. പിന്നെ അത് അമ്പലം ജസ്റ്റ് തോരണമൊക്കെ ഇട്ട് ഇതാക്കുമായിരുന്നു. മേമര വക സ്പെഷ്യൽ തോരണം ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും നമ്മുടെ പൂജകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കുടിച്ചു സെറ്റായിട്ട് എല്ലാവരും ഇതാക്കി. ഞങ്ങൾ കുട്ടികളെല്ലാവരും ഉമ്മർത്തിങ്ങനെ ഇരിക്കുമായിരുന്നു. ഞങ്ങളുടെ തറവാടാട്ടോ. അതിന് ശേഷം പൂജ ഒക്കെ തുടങ്ങി. അടിപൊളിയായിട്ട് എല്ലാ കൊല്ലവും നമ്മളിത് കഴിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ചില ഭാഗങ്ങളൊന്നും ഈ പൂജ അങ്ങനെ ഉണ്ടാവില്ലായിരിക്കാം. പല പേരിലും ചിലപ്പോൾ അറിയപ്പെടാം. ഈ കലശം അങ്ങനെയൊക്കെ പലതും അറിയപ്പെടുന്നെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയോളം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യൂ.